ഹായ് ഫ്രണ്ട്സ്, ടെക്നോ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പാല് ഫ്രൈ ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒരു 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 4 ഗ്രാമ്പു 4 ഏലക്കായ, ഒരു കഷ്ണം പട്ട, പിന്നെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 മുട്ട വേണം, പിന്നെ കുറച്ച് മൈദ കൂടെ വേണം. അതുപോലെ തന്നെ വെർമിസെല്ലിയാണ് ഇത്, നമ്മളെ സേമിയ. ഇതാണ് ഇതിൻ്റെ പാക്കറ്റ്, ഫ്രൈഡ് സേമിയ. ഇത് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഫുള്ള് ഒഴിക്കരുത്, കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാല് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഏലക്കായ, പട്ട ഇതും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരട്ടെ. പാല് ചെറുതായി ഇങ്ങനെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലിട്ട് കൊടുത്തുള്ള പട്ടയും ഏലക്കായും ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കുക. ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ ഒട്ടും കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്യണേ. എന്നിട്ട് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടൊന്നുമില്ലാതെ. ഇനി ഞാനിത് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഇത് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കണേ. ഇതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ വനില എസൻസ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെന്ന് പറയണ്ട. അപ്പം ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് എല്ലാ സൈഡും എത്തുന്ന വരെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണം. അപ്പം ഞാനിത് ഫുള്ള് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണേ. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നന്നായി വിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. അതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കണം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായി ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ, ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇത് ഇതുപോലെ സെറ്റായി കിട്ടാൻ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്കൊന്ന്
മാറ്റുകയാണ്. നല്ല കറക്റ്റായി. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മളിതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ മൈദപ്പൊടി ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടി തട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിത് ഇതിൻ്റെ നടുവിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ് പോലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള 2 മുട്ട ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നെടുത്ത് ആദ്യം മൈദപ്പൊടിയിലൊന്ന് നന്നായി ഒന്ന് കോട്ട് ചെയ്യുക. ശേഷം മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്ത് വെച്ചുള്ള ഫ്രൈഡ് സേമിയയാണ്. ഇതിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി കിടക്കുകയാണ്. ഇതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. ഈ ഒരു പാകത്തിന് മതി. ഇതിലും കൂടുതലായാൽ ശരിയാവില്ല. കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മളെ പാല് ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹായ്, മിൽക്ക് ഫ്രൈ ഇവിടെ റെഡിയായി. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായി. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബായ്.